ഹലോ ഫാമിലി, സാറയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, നമ്മുടെ നാട് നമ്മൾ ഏറ്റവും വേദനിച്ച ഒരു സമയങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. നമുക്ക് നമ്മളുടെ സ്ഥലത്തിരുന്നിട്ട് നമ്മളുടെ സഹോദരങ്ങളാണ്, നമ്മളുടെ നാടിന് പല കുറവുകളുണ്ടാവും. കേരളത്തിലെ നിയമം അങ്ങനെ, കേരളത്തിലെ ഭരണം അങ്ങനെ, എന്തും ആയിക്കോട്ടെ, നമ്മളുടെ സഹോദരങ്ങൾക്ക് ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ ഒരുമിച്ച് നിൽക്കുന്നവരാണ് മലയാളികളെന്ന് പലപ്പോഴും തെളിയിച്ചിട്ടുള്ളതാണ്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഞാൻ അവർക്ക് വേണ്ട ആവശ്യമുള്ള സാധനങ്ങൾ എൻ്റേതായ രീതിക്ക് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ബ്രോഡ്വേയിലാണ് പോയത്. ബ്രാൻഡഡ് ആയിട്ടുള്ള സാധനങ്ങളെക്കാളും അവർക്ക് കൂടുതൽ ക്വാണ്ടിറ്റിയിൽ അത്യാവശ്യം ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഡ്രസ്സുകൾ, അങ്ങനെയുള്ള ആവശ്യങ്ങൾ മേടിക്കാനാണ് ഞാൻ വന്നത്. അപ്പോൾ എല്ലാവരും കരുതും, പൈസ ഉള്ളവർക്ക് ഇത് അങ്ങനെയല്ല കേട്ടോ. ഒരു 100 രൂപ നിങ്ങളുടെ കയ്യിലുള്ളെങ്കിലും അതിൽ നിന്ന് ഒരു പാക്കറ്റ് ബിസ്ക്കറ്റോ അല്ലെങ്കിൽ ഒരു ഒരു മുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നൈറ്റി ആയിക്കോട്ടെ, അത് വാങ്ങിക്കാൻ പറ്റുമെങ്കിൽ അത് നമ്മുടെ കളക്ഷൻ സെൻറ്ററുകളിൽ അവർ മേടിക്കും. അല്ലാതെ ഒരുപാട് ക്വാണ്ടിറ്റിയിൽ ചെന്നാൽ മാത്രമേ മേടിക്കൂ എന്നൊന്നുമില്ല. അപ്പം ഞാൻ വാങ്ങിച്ചത്, ഞാനവിടെ ഹോൾസെയിൽ കടയിൽ നമ്മൾ നൈറ്റി എൻ്റെ അമ്മയ്ക്ക് അല്ലെങ്കിൽ എൻ്റെ ചേച്ചിക്ക്, എൻ്റെ അപ്പന് അല്ലെങ്കിൽ എൻ്റെ ആങ്ങളമാർക്ക് വാങ്ങിക്കുന്ന അതേപോലെയാണ് ഞാൻ വാങ്ങിച്ചത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് സങ്കടത്തോടെ, ഞാൻ ഏറ്റവും കൂടുതൽ ഹാപ്പി ആയിട്ട് പർച്ചേസ് ചെയ്യുന്ന ഒരാളാണ്. ഒരുപാട് സങ്കടത്തോടെ പർച്ചേസ് ചെയ്ത ഒരു നിമിഷമാണ്. എൻ്റെ ലൈഫിൽ അത് ഉണ്ടായിട്ടില്ല. മുൻപ് പ്രളയത്തിനുണ്ടായെങ്കിലും ഒന്നും എനിക്ക് ചെയ്യാൻ പറ്റുന്ന അവസ്ഥയിലായിരുന്നില്ല. ഇന്ന് ദൈവം, നാളെ എന്നുള്ളതിനെ ഞാൻ വിശ്വസിക്കുന്നില്ല. ഇന്ന് ദൈവം എനിക്ക് തന്നത് നാളത്തേക്ക് ഞാൻ മാറ്റി വെക്കാതെ ഞാൻ അതിൽ നിന്ന് എൻ്റെ സഹോദരങ്ങൾക്ക്, എൻ്റെ കുഞ്ഞു മക്കൾക്ക് വേണ്ടിയിട്ട് ചെയ്തതാണ്. അപ്പോൾ ഞാൻ നൈറ്റി വാങ്ങിച്ചിരുന്നു. ഞാനൊരു കുടുംബിനി ആയതുകൊണ്ട് തന്നെ, ഞാനൊരു ഭാര്യയും ഒരമ്മയും മക്കളുടെ എല്ലാം ഒരു ബിസിനസ് നടത്തുന്ന ഒരാളും എല്ലാം ആയതുകൊണ്ട് തന്നെ ഇന്നർവേഴ്സ്, എൻ്റെ സഹോദരങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള അണ്ടർ ഗാർമെൻറ്റ്സും ചേച്ചിമാർക്കും അമ്മമാർക്കും എല്ലാം ഏകദേശം എല്ലാ സൈസുകളും തന്നെ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ ഞാൻ വാങ്ങിച്ചായിരുന്നു. ലുങ്കികൾ, കാരണം അവരെ മാനസികാവസ്ഥ നമുക്ക് ഊഹിക്കാവുന്നതിലപ്പുറമാണ്. കാരണം നമ്മളെ കമ്പനിയിൽ നിന്ന് ഇവിടുന്ന് നമ്മൾ 2 വണ്ടി വിട്ടു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ മഴയോ ഉരുൾപൊട്ടലോ ഒന്നുമല്ല, അവരുടെ ഓരോരുത്തരെ ബാക്കി അവരുടെ മുഖം ദുരന്തങ്ങളെക്കാളും കഷ്ടമാണ് അവരുടെ ഉള്ള്, അതുപോലെ ഒലഞ്ഞിരിക്കുവാണ്. അപ്പോൾ ഇവർ ചിലപ്പോൾ നമ്മൾ ഈ കൊടുത്തു വിടുന്ന ഒരു ഡ്രസ്സ് പോലും മാറ്റാൻ പോലും തയ്യാറാവുന്നില്ലായിരിക്കും. പക്ഷേ അവരോട് പറയാനുള്ളത്, ഞങ്ങളിവിടെ ഉണ്ട്, നിങ്ങൾ ഒറ്റയ്ക്കല്ല, ഞങ്ങളെല്ലാവരും കൂടെയുണ്ട്. നിങ്ങൾക്ക് വീടുകൾ പോയി, ആൾക്കാർ പോയി, ഇനി വീടെല്ലാം വരും. ഞങ്ങളെല്ലാ മലയാളികളും നിങ്ങളുടെ ഒപ്പം നിൽക്കും. മലയാളികൾ തന്നെയല്ല, പുറത്തുള്ളവരാണെങ്കിലും നിങ്ങളുടെ ഒപ്പം ഉണ്ടാവും. നമുക്കെല്ലാം പഴയ പോലെ ആക്കാം. നിങ്ങളുടെ മനസ്സ് കയ്യിൽ നിന്ന് പോകാതെ സമാധാനമായിട്ടിരിക്കാനാണ് ഞാൻ ഈ പറയുന്നത്. എലൈറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ടെക്സ്റ്റൈലിലാണ് ഞാൻ പോയത്. 2 വാക്ക് പറയാം. കാരണം അത്രയും ഒരു കുടുംബത്തിന് ആവശ്യമുള്ള ഡ്രസ്സുകൾ ഒരുപാട് ലാഭത്തിന്, ഞാൻ അങ്ങനെ കയറി എനിക്കൊരു എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ടാണ്. ഞാൻ മുമ്പ് ഇവിടെ ഹോൾസെയിൽ വന്നവരൊക്കെ ഉണ്ടാവും കേട്ടോ. പക്ഷേ ഒരുപാട് ലാഭത്തിന് നല്ല കോട്ടൺ സാധനങ്ങൾ എനിക്ക് അവിടെ നിന്ന് കിട്ടിയ കേട്ടോ. അപ്പോൾ ഞാൻ അവിടെ നിന്ന് ബെഡ്ഷീറ്റ്, നൈറ്റി, നമ്മളെ ഇന്നർവേഴ്സ്, ആൺകുട്ടികൾക്കും കുഞ്ഞുമക്കൾക്കും ലുങ്കി, പിന്നെ അണ്ടർ സ്കേർട്ടുകൾ, ടവലുകൾ, പുതപ്പുകൾ, അങ്ങനെയാണ് ഐറ്റംസ് വാങ്ങിച്ചത്. അത് കഴിഞ്ഞ് ഞാൻ അവിടെ ചോദിച്ചു പറഞ്ഞ്, ഒരു ഹോൾസെയിൽ കട ഇതുപോലെ തന്നെ നിങ്ങൾ കാണുന്നുണ്ടല്ലോ പിക്ചറിൽ, ഞാൻ ഇതൊന്നും വിശദമായിട്ട് പറയുന്നില്ല. എനിക്ക് എന്താണെന്ന് അറിയത്തില്ല, അവിടെ എന്തൊക്കെ ആവശ്യമുണ്ടെന്ന് എനിക്ക് ഒരു പിടുത്തമില്ലായിരുന്നു. നമ്മൾ ഡെയിലി ഉള്ള എന്തൊക്കെ ആവശ്യങ്ങളുണ്ടോ അത് കൂടുതൽ ക്വാണ്ടിറ്റിയിൽ വാങ്ങിക്കാനാണ് ശ്രമിച്ചത്. വലിയ സൈസിലല്ല, ക്വാണ്ടിറ്റിയിൽ പല പല സ്ഥലത്ത് ഡിവൈഡ് ചെയ്ത് കൊടുത്തോട്ടെ. പിന്നെ ആ ബോളൊക്കെ കുഞ്ഞു മക്കളുടെയാണ്, 3 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങൾക്കൊക്കെ എന്തറിയാനാണ്. അവരൊരു സുപ്രഭാതത്തിൽ എണീറ്റപ്പോൾ അവരുടെ അമ്മയെ കാണാനില്ല, അവരുടെ വീട് കാണാനില്ല, അവർ കളിച്ച കളിപ്പാട്ടങ്ങൾ കാണാനില്ല. ഒരുപാട് നെഞ്ചു പൊട്ടിയാണ് കേട്ടോ ഞാൻ ഈ ടോയ്സ് കടയിൽ. കരഞ്ഞില്ല എന്നേ ഉള്ളൂ. ഒരുപാട് തകർന്നടിഞ്ഞ് അവരെ കുഞ്ഞു മനസ്സിലായോ, എൻ്റെ അമ്മ എവിടെ, എനിക്ക് ടോയ്സ് വാങ്ങിച്ചെന്ന് എൻ്റെ അമ്മയെ കാണുന്നില്ലല്ലോ. ഈ ടോയ് അവരുടെ കയ്യിലെത്തുമ്പോൾ അവരുടെ മനസ്സിൽ വേദനിക്കുകയും ചെയ്യും. സെയിം ടൈമിൽ ഒരു കുഞ്ഞു സന്തോഷം ഉണ്ടാവട്ടെ. ഈ കുഞ്ഞു മക്കൾക്ക് ഇപ്പം ഉണ്ടായിരുന്ന ഷോക്ക് എത്രത്തോളം വലുതാണെന്ന് നമുക്ക് ഊഹിക്കാവുന്നില്ല, അപ്പുറമാണ്. ഇതെല്ലാം അവരുടെ കയ്യിലെത്തട്ടെ എന്നാണ് എന്നിൽ നിന്ന് ഉള്ളതിൽ നിന്ന് ഞാൻ വാങ്ങിച്ചു. അതുപോലെ തന്നെ എല്ലാവരും നമ്മളുടെ സ്വന്തമാണ് അവർ. നമുക്ക് അവരെ ചേർത്ത് പിടിച്ചേ പറ്റത്തുള്ളൂ. അവർക്ക് വീടുണ്ടാക്കി കൊടുക്കണം, അവർക്ക് ഭാവി സുരക്ഷാക്കി കൊടുക്കണം. ഉള്ളതിൽ നിന്നൊരു പങ്ക് നമ്മൾ ഇന്ന് കൊടുക്കണം. നാളെ എന്ന് പറയുന്നത് ഇല്ല. ഇന്ന് എല്ലാവരും അതുപോലെ കിടന്നുറങ്ങിയവരാണ്. നാളെ എന്ന് പറഞ്ഞപ്പോൾ ആ ഒരു ഗ്രാമം ഫുള്ളായിട്ടില്ല. അതുകൊണ്ട് ഇന്നുള്ളതിൽ നിന്ന് നമ്മൾ കൊടുക്കണം. നാളത്തേക്കൊന്നും മാറ്റി വെക്കരുത്. എനിക്കതാണ് പറയാനുള്ളത്. നാളത്തേക്കൊന്നും മാറ്റി വെക്കരുത്. നാളെ എന്ന് പറയുന്നത് ഇനി അങ്ങോട്ടുള്ള കാലത്തിൽ അതില്ല എന്ന് തന്നെ വേണം.
ഞാൻ എന്നിട്ട് നമ്മുടെ സ്റ്റേഡിയത്തിലെ റീജിയണൽ സ്പോർട്സ് സെൻറ്ററിലായിരുന്നു, അവിടെ കളക്ഷൻ സെൻറ്റർ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം പാക്ക് ചെയ്ത് നമ്മൾ അൺബോർഡ് കൊച്ചി എന്ന് പറഞ്ഞിട്ട് ഒരു പേജ് ഉണ്ട്, ഇൻസ്റ്റാ പേജ്, ടീം അൺബോർഡ് കൊച്ചി. അൺബോർഡ് കൊച്ചി എന്ന് പറഞ്ഞ് നിങ്ങൾ സെർച്ച് ചെയ്താൽ കിട്ടും. അവർ പൈസ ഒന്നും മേടിക്കത്തില്ല, സാധനങ്ങൾ പുതിയ സാധനങ്ങൾ തന്നെയാണ് കേട്ടോ ഉപയോഗിച്ചതൊന്നും അവർ മേടിക്കുന്നില്ല. കൃത്യമായിട്ട് പ്രളയത്തിൻ്റെ സമയത്ത് തന്നെ കൃത്യമായിട്ട് അവർ എത്തിക്കേണ്ട സ്ഥലങ്ങളിൽ എത്തിക്കും. അതുമല്ല, ഇനി അങ്ങോട്ട് ഇവർ അതിൽ നിന്ന് നമ്മളെ മനസ്സിൻ്റെ വിഷമങ്ങളൊക്കെ മാറി റിക്കവറായി വീട് വരുമ്പോൾ വീട്ടിലേക്കുള്ള സാധനങ്ങൾ വേണം. നമ്മളെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടൊക്കെ ഓക്കെ, പക്ഷേ അവർക്ക് വീട് വേണം, വീടിൻ്റെ അകത്തേക്കുള്ള സാധനങ്ങൾ വേണം. അപ്പോൾ സാധനങ്ങളായിട്ട് കളക്ട് ചെയ്യുന്ന ഒരു ടീമാണ് കേട്ടോ. എനിക്ക് മുമ്പേ അറിയാവുന്നതാണ്. അപ്പോൾ ഞാൻ അവിടെ കൊണ്ടുപോയി, നമ്മളുടെ പഞ്ചുമോളുണ്ട് കൂടെ, ആ വണ്ടിയുമുണ്ട്. അവിടെ ചെന്നപ്പോൾ നമ്മൾ കണ്ടല്ലോ, ഒരുപാട് തിക്കും തിരക്കില്ല. പക്ഷെ വൈകുന്നേരമാണ് ഞാൻ ചെന്നത്, ഒരു 4 മണി 5 മണി ആയപ്പോഴേക്കും ഒരുപാട് ഐറ്റംസ് വരുന്നുണ്ട്. അപ്പോൾ അവർ പറഞ്ഞത് സാധനങ്ങളൊക്കെ നമുക്കൊരു എക്സ്പീരിയൻസ് ഒരു പ്രളയം വന്നതുകൊണ്ടായിരിക്കണം, സാധനങ്ങൾ അത്യാവശ്യമായിട്ടുണ്ട്. ഇനി അവിടെ അത് എത്തിക്കണം. പിന്നീട് ഇവരുടെ പുനരധിവാസം, ആ സമയത്തും ഇതുപോലെ മലയാളികൾ നമ്മളുടെ അമ്മയും പെങ്ങളും മക്കളൊക്കെയാണ് അവിടെയുള്ളതെന്ന് കരുതി നമുക്ക് ആ സമയത്തും ഉള്ളതിൽ നിന്ന് നമ്മൾ കൊടുക്കണം. നാളത്തേക്ക് ആരും സ്വരുക്കൂട്ടി വെക്കാതെ അവരെ നമ്മൾ ചേർത്ത് പിടിക്കണം. കാരണം നമുക്ക് കണ്ടു നിൽക്കാൻ പറ്റുന്ന വെച്ചാൽ അവിടുത്തെ അവസ്ഥ എന്ന് പറയുന്നത്, എനിക്കതിൻ്റെ വീഡിയോ വേണമെങ്കിൽ ആഡ് ചെയ്യായിരുന്നു. കാരണം നമുക്ക് അത് വീഡിയോ കണ്ടിട്ട് ഞാനത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. കാരണം നമ്മുടെ ഇവിടെ നിന്ന് പോയ ടീം അയച്ചു തന്നത് അത്രയും സഹിക്കാൻ പറ്റത്തില്ല. കാരണം ഒരു ഗ്രാമം ഇല്ല അവിടെ, നമ്മൾ ഈ ഇതിൽ കാണുന്ന പോലെയല്ല, ഇല്ല, അതുപോലത്തെ അവസ്ഥയാണ്. നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. എനിക്ക് ഇത്രേ പറയാനുള്ളൂ.